ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണേ. വേളാങ്കണ്ണിക്കാണ് കേട്ടോ പോകുന്നത്. സോ നമ്മൾ ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. വൈകിട്ട് 9:50 നമുക്ക് താമ്പരത്ത് നിന്നാണ് കേട്ടോ ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് രാമാപുരത്താണ്. നമ്മൾ റെഡി ആയിട്ടൊന്നുമില്ല. ഇപ്പം സമയം വൈകിട്ട് 5 മണിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നു നമുക്ക് വേളാങ്കണ്ണി പോകണം എന്നുള്ളത്. ഇന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ സെറ്റായത്. സോ നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മളവിടെ എന്തൊക്കെ കാഴ്ചകൾ കാണുന്നു, എവിടെയൊക്കെ പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ 2 കാര്യമാണ് ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേളാങ്കണ്ണി പോകുന്നു, അവിടെ നിന്ന് നമ്മൾ നേരെ തഞ്ചാവൂർ പോകുന്നു. അപ്പോൾ 2 കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് വേളാങ്കണ്ണിക്കാണ്. അപ്പോൾ കമോൺ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേളാങ്കണ്ണി വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് വൈകിട്ട് ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്, ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോയത്. നമ്മൾ ലോക്കൽ ട്രെയിൻ എടുത്ത് നേരെ താമ്പരത്തേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നമുക്ക് 5 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അങ്ങനെ 10 രൂപയാണ് നമുക്ക് ആകെ താമ്പരം വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് നമുക്കായത്. അപ്പോൾ ഞങ്ങളിതിൽ പ്രധാനമായിട്ട് നോക്കിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ളതുകൂടെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗിണ്ടി എത്തിയപ്പോഴത്തേക്കും ഇത് നമ്മുടെ ലോക്കൽ ട്രെയിനാണ്. അത് വന്നു കയറി. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ട്രെയിനിലൊക്കെ. എങ്കിലും നമ്മൾ അത്യാവശ്യം മസിൽ പിടിച്ചിട്ടാണെങ്കിൽ ട്രെയിനിൽ കയറി. അങ്ങനെ നമ്മൾ താമ്പരത്ത് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പർ ബെർത്തും മിഡിൽ ബെർത്തുമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ബാഗും ലഗേജും ഒക്കെ അതിൽ തന്നെ വെച്ചിട്ട് നമ്മളങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. നമ്മളിങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അധികം ലഗേജ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്കും എടുക്കാൻ പാകത്തിന് ഉള്ള ലഗേജസ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രെയിൻ കറക്റ്റ് 9:50 തന്നെ എടുത്തു. ട്രെയിൻ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഉറങ്ങി. കാരണം വെളുപ്പിന് നേരത്തെ നമുക്ക് അവിടെ ട്രെയിൻ എത്തുമായിരുന്നു. അങ്ങനെ നമ്മൾ വെളുപ്പിന് കറക്റ്റ് 4:39 ആയപ്പോഴത്തേക്കും നമ്മൾ നാഗപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ട്രെയിൻ ഇറങ്ങുക. അവിടെ വരെയാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. നാഗപട്ടണത്ത് എത്തിയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ലോക്കൽ ട്രെയിൻ വീണ്ടും എടുത്തിട്ടാണ് നമ്മൾ വേളാങ്കണ്ണിക്ക് പോയത്. നാഗപട്ടണത്തു നിന്ന് നമുക്ക് വേളാങ്കണ്ണി വരെ 5 രൂപ ടിക്കറ്റാണ് കേട്ടോ വന്നത്. അപ്പോൾ ഈ ട്രെയിനിലുള്ള മിക്കവരും നമ്മുടെ വേളാങ്കണ്ണിക്കുള്ളവർ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ വേളാങ്കണ്ണി എത്തി. വേളാങ്കണ്ണി എത്തുമ്പോൾ തന്നെ അവിടെ ഓട്ടോ ഉണ്ടാകും. നമുക്ക് ഓട്ടോ പിടിച്ചിട്ട് പള്ളീൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോവാം കേട്ടോ. അപ്പം ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചവരെ മാത്രം നമുക്ക് റൂം മതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫ്രഷപ്പായി നമ്മൾ 500 രൂപയാണ് നമുക്ക് റൂമിനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്രഷപ്പായിട്ട് പിന്നെ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയേ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വേളാങ്കണ്ണി രാവിലെ എത്തി. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര ഫാനിൻ്റെ സൗണ്ടാണ്. നമ്മൾ റൂമിൽ പോയി ഫ്രഷായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ കുറേ ഹോട്ടൽസ് ഉണ്ട്. വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്. പള്ളീൻ്റെ അങ്ങോട്ടേക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് 2 ഭാഗത്തായിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചത് കാണാം കേട്ടോ ചേച്ചിമാർ. നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ നമ്മൾ മുടി കെട്ടാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് തന്നെ പെട്ടെന്ന് ഒരു ചീപ്പ് മേടിച്ചിട്ട് ഞാൻ മുടി കെട്ടിയതാണ്. ഇതാണ് കേട്ടോ പള്ളീൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പള്ളീൻ്റെ ആ ഒരു സൈഡിലാണെങ്കിലും ഫുള്ളും ക്യാൻഡിൽസും അതുപോലെ കൊന്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ പോയത്. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പള്ളീൻ്റെ അങ്ങോട്ടേക്ക് പോയി. എങ്കിലും നല്ല വെയിലായിരുന്നു. പിന്നെ ഈ കാണുന്നത് പള്ളീൻ്റെ നേരെ റൈറ്റ് സൈഡിലേക്കായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ കുട്ടികളില്ലാത്തവർ അതുപോലെ കല്യാണം നടക്കാത്തവർക്കൊക്കെ ഇങ്ങനെ നേർച്ച പോലെ ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ പള്ളീൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ചെരുപ്പ് അവിടെ അഴിച്ചു വെക്കാനുള്ള കൗണ്ടറുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ചെരുപ്പെല്ലാം അഴിച്ചു വെച്ചിട്ട് ഉള്ളിലോട്ട് പോകുന്നത്. ഇത് നമ്മുടെ പള്ളിയുടെ വേറൊരു ഏരിയ ആണ് കേട്ടോ. അതായത് മെയിൻ എൻട്രൻസിൻ്റെ തൊട്ട് ബാക്കിലേക്കുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മളീ പോയ സമയം എന്ന് പറയുന്നത് ഓഫ് സീസൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഒന്നുമില്ലായിരുന്നു പള്ളീൻ്റെ അകത്ത്. നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലത്ത് പോകാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. റൂംസിനൊക്കെ ഭയങ്കര റേറ്റൊക്കെ അഫോർഡബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റ് കുറഞ്ഞ റൂംസൊക്കെ കിട്ടിയത്. സീസണിൻ്റെ ടൈം ആണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടാവും എന്നാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഓൾഡ് വേളാങ്കണ്ണി ചർച്ചിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്.
നേർച്ചയുള്ളവർ ഈ മണലിലൂടെ നടന്നിട്ടാണ് ആ പള്ളിയിലേക്ക് പോകുന്നത്. നല്ല വെയിലാണ്, ആ മണലാണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അതിലൂടെ അങ്ങ് നടക്കുക എന്നുള്ളത് അത്യാവശ്യം ഒരു പാടുള്ളൊരു പരിപാടി തന്നെയാണ്. അങ്ങനെ പള്ളിയിൽ അങ്ങോട്ടേക്ക് മണൽ വിരിച്ചത് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇതാണ് ആ പള്ളീൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുന്നിലായിട്ട് നമുക്കൊരു കുളം കാണാനായിട്ട് പറ്റും. കുളമൊന്നുമല്ല, ഇപ്പം അത് ഇങ്ങനെ സിമെൻറ്റ് കൊണ്ടൊക്കെ കെട്ടിയിട്ട് ഫുൾ കവേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ സ്റ്റോറി എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിൽ ഒരു പാൽക്കാരൻ പയ്യൻ്റെ മുന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ആ പാൽക്കാരൻ ബാലനെ അനുഗ്രഹിച്ചു എന്ന് അന്ന് തൊട്ടാണ് ഈ ഒരു കുളം പരിശുദ്ധ അമ്മയുടെ കുളം എന്ന പേരിൽ അറിയാൻ തുടങ്ങിയതെന്നാണ്. ഇതിലെ വെള്ളം നമുക്ക് തൊട്ടടുത്ത് 20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അതായത് ബോട്ടിൽസ് ആണ് നമുക്ക് അവിടുന്ന് മേടിക്കുന്നത്. പുറമേ നിന്നുള്ള ബോട്ടിൽസ് ഒന്നും അവിടെ അലൗ ചെയ്യില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് 20 രൂപ കൊടുത്തിട്ട് ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് വെള്ളം അവർ ഫില്ല് ചെയ്ത് തരിക ചെയ്തത്. പിന്നെ ഈ കാണുന്നത് മലയാളം കുർബാന നടക്കുന്ന ഒരു ഏരിയ ആണ്. വലിയൊരു ഹോളാണ്. ആവേ മരിയ എന്ന് പറയുന്ന ഈ ഒരു ഹോള് നമ്മുടെ മെയിൻ പള്ളിയുടെ നേരെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് വരുന്നത്. നമ്മൾ മേടിച്ചിട്ടുള്ള കൊന്തകൾ, മാതാവിൻ്റെ രൂപം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെഞ്ചരിച്ച് തരുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. ഇവിടെ അച്ഛനുണ്ടാകും. നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനത് നമുക്ക് വെഞ്ചരിച്ച് തരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കും ക്യാമറയും ഫോണും ഒന്നും തന്നെ അലൗഡ് അല്ല. പിന്നെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മുതിർന്ന ആൾക്കാരൊക്കെ ഉള്ളത് ഈ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര നമ്മൾ ടയേർഡായിപ്പോയി. പിന്നെ നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ആണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോയി. ബീച്ചിൻ്റെ അവിടെ എത്തുന്ന വഴിയും ഇതുപോലെ ഒരുപാട് ഷോപ്സും മാർക്കറ്റൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരു ഏരിയയിൽ മൊത്തം ക്യാൻഡിൽസ്, കൊന്തകൾ, അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്നതാണ്. മറ്റൊരു ഏരിയയിൽ നമ്മുടെ സാധാരണ ഷോപ്പിങ്ങിന് പറ്റിയ സാധനങ്ങളാണുള്ളത്. പിന്നെ ഇവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് നട്ട്സ് ഐറ്റംസും അതുപോലെ ഹൽവ, ഡേറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പും അവിടെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. കാരണം നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് വന്ന് വീണ്ടും ഒന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 300-400 മീറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തത്. നമ്മളങ്ങനെ വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോയി. നമുക്ക് ഏകദേശം ടിക്കറ്റിന് ഒരാൾക്ക് 20 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നാഗപട്ടണത്തിൽ നിന്നാണ് പിന്നെ നമ്മൾ തഞ്ചാവൂർക്കുള്ള ബസ് കയറിയത്. തഞ്ചാവൂർക്കുള്ള ബസ്സിൽ നമുക്ക് 2 പേർക്കും കൂടെ 140 രൂപയാണ് കേട്ടോ ആയത്. വെയിലൊക്കെ കൊണ്ട് ഭയങ്കര ടയേർഡായിപ്പോയി. ബസ് കയറി കുറച്ച് നേരം ഞാൻ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞാനങ്ങ് ഉറങ്ങി. പിന്നെ നമ്മൾ തഞ്ചാവൂർ എത്തിയിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റത്. അപ്പോൾ ഇനി ബാക്കി വീഡിയോസിൽ തഞ്ചാവൂരിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ താങ്ക് യു.